ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനർ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കും നമ്മുടെ അച്ചാമ്മ ചന്തമതിയോടായിട്ട് 3 മരുമക്കളെയും ഒരേ രീതിയിൽ തന്നെ കാണണം, അതുകൊണ്ട് നീ 3 പേർക്കും വാരിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ ചന്ദ്രയുടെ അടുത്ത് കൊണ്ടിരുത്താണ് കേട്ടോ. ശ്രുതിക്കും വർഷയ്ക്കും വാരിക്കൊടുക്കുന്നതിന് ചന്ദ്രയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാൽ രേവതിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം ഇരട്ടിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചന്ദ്രയോടായിട്ട് അച്ഛമ്മ പറയുന്ന സമയത്ത് ചന്ദ്ര എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വർഷയ്ക്കായിട്ട് വാരിക്കൊടുക്കുകയാണ്. പിന്നീട് ശ്രുതിക്കും, മൂന്നാമത് രേവതിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് രേവതിയുടെ വായിലേക്ക് ചോറ് തള്ളി കയറ്റി വെക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തെ അച്ചാമ്മ വേഗം തന്നെ ചന്ദ്രയോടായിട്ട്, ചന്ദ്രേ നീ എന്തേ കാണിക്കുന്നത്, രേവതിക്ക് മര്യാദയ്ക്ക് ഊട്ടിക്കൊടുക്കുക എന്ന് പറയുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ 3 മരുമക്കളെ 3 രീതിക്കാണ് കാണുന്നതെങ്കിലും അച്ചാമ്മയുടെ നിർബന്ധപ്രകാരം 3 പേർക്കുമായിട്ട് വാരിക്കൊടുക്കാണ്ട് ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഏയ് ഓടിപ്പോയ ബ്രദേഴ്സ്, ഈ ഒരു കാഴ്ച വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ, നിങ്ങൾ ഫോണിൽ വീഡിയോ പിടിക്കാൻ പറയുകയും കൂട്ടത്തിൽ തന്നെ രവിയും പറയുന്നുണ്ട്, സച്ചി പറഞ്ഞത് നേരാണ് മോനെ ശ്രീകാന്തേ, സുധി ഈ ഒരു വീഡിയോ പിടിച്ചു വെച്ചു, ഇങ്ങനെ ഒരു കാഴ്ച ഇനി കാണാൻ സാധിക്കും തോന്നുന്നില്ല എന്നൊക്കെ പറയുകയും സുധിയും ശ്രീകാന്തും ഈ ഒരു വീഡിയോ പകർത്തുകയാണ്. പിന്നീട് കാണിക്കുന്ന റൂമിൽ ചെന്നതിന് ശേഷം ശ്രുതിയോടായിട്ട് പറയുകയാണ്, ആൻറ്റി എന്നെ ഊട്ടിയ സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷമായി, എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, നിൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് എൻ്റെ അമ്മ, നിന്നെ സ്വന്തം മകളെപ്പോലെ തന്നെയാണ് അമ്മ നോക്കുന്നത്. പിന്നെ ശ്രുതി, നമ്മുടെ വീടിൻ്റെ പോലെ അത്ര വലിയ റൂമുകളോ അല്ലെങ്കിൽ നിന്റെ മലേഷ്യയിലെ വീടുകളിലെ പോലെ അത്ര വലിയ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും എനിക്ക് കുഴപ്പമില്ല ശ്രുതി, ഞാൻ ഈ വീട്ടിൽ വളരെയധികം സന്തോഷവതിയാണെന്ന് പറയുകയാണ്. അതിനുശേഷം ശ്രുതി, വാ നമുക്കിനി കിടക്കാം, എന്തായാലും നാളെ നിൻ്റെ ഇളയച്ചൻ വരുമല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ഞാനുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇളയച്ചൻ വരുമെന്ന് നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ കാണിക്കുന്നത് വർഷയും ശ്രീകാന്തിനെയുമാണ്. ചന്ദ്രമതി ഊട്ടി തന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. അതിനുശേഷം വർഷ ശ്രീകാന്തിനോടായിട്ട് പറയുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ ഏട്ടന് ഇങ്ങനെ ഒരു സ്വഭാവം വന്നുവെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അച്ചാമ്മയുടെ ശ്രീകാന്തിൻ്റെ ഏട്ടൻ്റെ ഏകദേശം ഒരേ സ്വഭാവം തന്നെയാണ്, പിടിച്ചാൽ കിട്ടില്ല, വേഗം തന്നെ പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ പറഞ്ഞ നേരാണ്, അച്ചാമ്മയെപ്പോലെ തന്നെയാണ് സച്ചിയേട്ടനും, അതുപോലെ തന്നെ പാവമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്തെ, നീ എന്നെ ചിരിപ്പിക്കരുത് കേട്ടോ, നിന്റെ സച്ചിയേട്ടൻ പാവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടും അദ്ദേഹത്തിന് എന്നെ കളിയാക്കാനാണ് സമയം എന്നൊക്കെ വർഷ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് സച്ചിയേട്ടൻ മനസ്സിലാകാഞ്ഞിട്ടാണ് വർഷ, പിന്നെ ഇവിടെ വെച്ച് നിന്നെ സച്ചിയേട്ടൻ എന്തെങ്കിലും പറയുന്നുള്ള പേടിയൊന്നും നിനക്ക് വേണ്ട, സച്ചിയേട്ടൻ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് അച്ചാമ്മയെ മാത്രമാണ്, അതുകൊണ്ട് ഇവിടെ വെച്ച് അദ്ദേഹം നിന്നെ ഒന്നും തന്നെ പറയുകയില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പൂവ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി. ഈ ഒരു സമയം തന്നെ സച്ചിയുടെ ഉണ്ടാവും, അന്നേരം തന്നെയാണ് അങ്ങോട്ടേക്ക് അച്ചാമ്മയും രവിയും വരുന്നത് കേട്ടോ. അതിനുശേഷം രേവതിയോടായിട്ട് പൂ കെട്ടിയത് മതി, ഇതൊക്കെ എടുത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രയെ കാണുന്ന സമയത്ത് അച്ചാമ്മ എപ്പത്തെ പോലെ തന്നെ 3 മരുമക്കളെയും ഒരേ രീതിയിൽ കാണണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അമ്മ ഇന്ന് എന്നോട് എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ നാളെ ഒന്നും പറയരുത്, കാരണം നാളെ ശ്രുതിയുടെ ഇളയച്ചൻ വരികയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, ശ്രുതിയുടെ ഇളയച്ചൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് പൊങ്കൽ ആഘോഷിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പൊങ്കൽ എല്ലാ വർഷവും വരും, പക്ഷേ ശ്രുതിയുടെ ഇളയച്ചൻ അങ്ങനെയല്ലല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രുതി മാറിയെന്ന് കേൾക്കാണ് കേട്ടോ. അപ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും രവി ചോദിക്കുന്നുണ്ട്, മോളെ ശ്രുതി, നാളെ നിന്റെ ഇളയച്ചൻ വരുമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വരുമെങ്കിൽ എന്ന് ശ്രുതി പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ശ്രുതി ചിന്തിക്കുന്നത്, ഈശ്വര, ഇനി നാളെ എങ്ങാനും ബീരാനിക്ക വരികയില്ലേ, ശ്രുതിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്ന ചെയിനും പൈസയുമായിട്ട് ഇനി അദ്ദേഹം മുങ്ങുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ശ്രുതി. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സച്ചി റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മുറ്റത്ത് വന്ന് കട്ടിലൊക്കെ വിരിച്ച് കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, അച്ചാമ്മ എന്ത് സാധന, ഈ വീട്ടിലൊരു റൂം പോലും അച്ചാമ്മ എനിക്ക് തരില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ എൻ്റെ രേവതി പറയുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് രേവതി വീണ്ടും പറയും, അച്ചാമ്മനായിട്ട് ഞാൻ പോയി കിടക്കാൻ നിന്നപ്പോൾ അച്ചാമ്മ പറയുക, നീ എൻ്റെ കൂടെയല്ല നിന്റെ കെട്ടിയവൻ്റെ കൂടെ പോയി കിടക്കുന്നു പറഞ്ഞുകൊണ്ട് എന്നെ റൂമിൽ നിന്ന് ഓടിച്ചു വിട്ടു എന്നൊക്കെ രേവതി പറയുകയാണ്. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അല്ല അച്ചാമ്മ പറഞ്ഞ നേരല്ലേ, നീ എൻ്റെ കൂടെയല്ലേ കിടക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട്, ഈ ഒരു കട്ടിൽ നമ്മൾ എങ്ങനെ കിടക്കാനാ, മാത്രമല്ല നല്ല മഞ്ഞുണ്ട്, നല്ല ഇരുട്ടുണ്ട്, നിലാവിൻ്റെ വെളിച്ചം പോലും ഇല്ല എന്നൊക്കെ നമ്മുടെ രേവതി പറയുന്ന സമയത്ത് സച്ചി പറയുകയാണ്, ഇപ്പം നിനക്ക് എന്താ വേണ്ടത്, മഞ്ഞ് കൊള്ളാനും പാടില്ല, നിലാ വെളിച്ചം വേണമെന്നല്ലേ, അതിനെല്ലാം ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകുവാണ്. ഇത് കാണുമ്പോൾ രേവതി ചോദിക്കുന്നത്, സച്ചിയേട്ടാ നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ, നീ ഇവിടെ നിൽക്ക് രേവതി, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോയിട്ട് വരുന്നത് ഒരു കുടയുമായിട്ടാണ് കേട്ടോ. വേഗം തന്നെ സച്ചി ആ കുട നിവർത്തിയിട്ട് കട്ടിൻ്റെ കാലിലേക്ക് കെട്ടിവെക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, ഇനിയിപ്പോൾ നിനക്ക് മഞ്ഞ് വീണ് ജലദോഷം പിടിക്കുന്നുള്ള പേടി വേണ്ട, പിന്നെ നിലാ വെളിച്ചം അതിനും ഞാൻ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൊബൈലിൽ ടോർച്ച് ലൈറ്റ് ഓൺ ആക്കി വെച്ചതിന് ശേഷം കുടയുടെ മേൽഭാഗത്തേക്കായിട്ട് ചേർത്ത് വെക്കുക കേട്ടോ. ഇത് കാണുമ്പോഴത്തേ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ ഇപ്പം ശരിക്കും നിലാ വെളിച്ചം പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.
അതിനുശേഷം സച്ചി നേരെ രേവതി എടുത്ത് കറക്കി കട്ടിലേക്കായിട്ട് ഇടുകയാണ്. എന്നിട്ട് സച്ചി ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് നിലാവെളിച്ചം? പിന്നെ പ്രത്യേകിച്ച് നിലാവെളിച്ചത്തിൽ നിന്ന് കാര്യമൊന്നുമില്ല, നിന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പൂർണ്ണചന്ദ്രനെ പോലെയാണെന്ന് നമ്മുടെ സച്ചി കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ തന്നെ സംസാരിക്കാൻ ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, ഞാൻ നിലാവാണെങ്കിൽ നിങ്ങൾ ആകാശമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സച്ചി രേവതിയോട് ചേർന്ന് കിടന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു സമയത്ത് എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് മനോഹരമായി തന്നെ രേവതിക്കായി പാടിക്കൊടുക്കുകയും ചെയ്യുന്നു കേട്ടോ. പിറ്റേ നേരം പുലർന്ന് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി. ആ സമയത്ത് അയൽവക്കത്തുള്ള 2-3 പെണ്ണുങ്ങൾ കുടയുമായിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, രേവതി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ അങ്ങോട്ട് കലാവതിയമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും കുടയൊക്കെ ആയിട്ട്, മഴയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല കുടയുടെ സീക്രട്ടൊക്കെ രേവതിക്ക് അറിയാം, ഞങ്ങൾ രേവതിയോട് ചോദിച്ചറിയാനാണ് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് കലാവതിയമ്മ പറയുന്നുണ്ട്, ഒരു സീക്രട്ടും അറിയാനില്ല, നിങ്ങൾ രാവിലെ തന്നെ ഇവിടെ വന്ന് നിൽക്കാതെ വീട്ടിൽ പോകാൻ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം കലാവതിയമ്മ അകത്തേക്ക് കയറി പോവുകയും ചെയ്യട്ടോ. പുറത്തു പോയി പെണ്ണുങ്ങൾ തിരിച്ച് അതുപോലെ അതേ രീതിയിൽ തന്നെ രേവതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, രേവതി ഇത്രയും നാളും ഞങ്ങൾക്കും തോന്നാത്തൊരു ബുദ്ധിയാണ് നീ സച്ചിയും കൂടി ഒപ്പിച്ചു തന്നത്, അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദ്യമൊന്നും രേവതിക്കൊന്നും മനസ്സിലാവുന്നില്ല. രേവതി ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടി സച്ചിയെ വിളിച്ചു വരുത്തുകയാണ്. സച്ചിയോട്ടുള്ള സംസാരം കാണുമ്പോഴത്തേക്കും ഇന്ന് രാത്രിയിൽ കൊടയൊക്കെ നിവർത്തിയാണ് നമ്മുടെ സച്ചിയും രേവതിയും കട്ടിലേക്ക് കിടന്നത്. ആ ഒരു സബ്ജക്റ്റിലേക്കാണ് ചേച്ചിമാർ പോകുന്നതെന്ന് രേവതിക്ക് മനസ്സിലാവുകയാണ്. വേഗം തന്നെ അതിലൊരാൾ ചോദിക്കുന്നുണ്ട്, കുട നിവർത്തിയതൊക്കെ, പക്ഷെ അതിനുള്ള എങ്ങനെ നിലാവെളിച്ചം വന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അല്ല ഇത്രയും കണ്ടുപിടിക്കാമെങ്കിൽ കുടയ്ക്കുള്ള നിലാവെളിച്ചം എങ്ങനെ വന്നു നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കലാവതിയമ്മ വീണ്ടും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ പോയില്ലേ, പോടിപ്പല്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കും രേവതി സച്ചിയോട്ട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങൾക്ക് സമാധാനമായില്ലേ, ആകെ നാണക്കേടായി, എനിക്കത് നാണാകുന്നു എന്നും പറഞ്ഞുകൊണ്ട് രേവതി തല താഴ്ത്തിയിരിക്കുകയാണ്. ഈ സച്ചി പറയുന്നുണ്ട്, ആ നാണം എൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പറ, ഞാൻ എൻ്റെ നാണയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും, ഒന്ന് പോ സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് രേവതി നാണത്തോടുകൂടി തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണേ. രേവതിയെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.